കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ ശ്രീജി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടേ. നല്ല സാക്ഷ്യമാണ്. ശ്രീജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീജയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക, ഒരു ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക, വാഹനത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇതുമായിട്ട് ഇടിക്കും. നല്ല ഇടിയാണ്. ശ്രീജയ്ക്ക് ബോധം വന്നപ്പോൾ 16 ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന. ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് ചികിത്സിച്ചത്. ബോധം വന്ന് അപ്പോഴാണ് 16 ദിവസം കഴിഞ്ഞ്. 16 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല. അപ്പോഴാണ് അവർ അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയെന്ന്. ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും. ഇവൾക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. പ്ലാസ്റ്റർ ഇട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല, മുട്ടിന് ഭയങ്കര വേദന. ഭർത്താവ് ലീവെടുത്ത് മസ്കറ്റിൽ നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ. പക്ഷേ സങ്കടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ്. ഭർത്താവും കുറച്ച് നേരം നിന്ന് പിന്നെ അയാൾക്ക് ലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ. അപ്പം അങ്ങേര് പോയി. അങ്ങേര് പോയതോടുകൂടി ഇവർ പൊടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി. അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിലിങ്ങനെ തികട്ടി സങ്കടം വരും. ഒന്നും പറയാനോ ചോദിക്കാനോ. അമ്മമാർ നമുക്കറിയാലോ, അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത്. അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നോളും. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഈ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് അവൾക്ക് ചൊവ്വരയുള്ള ഒരു മോളാണ്. അവൾ +2 ആണ്. +2 കഴിഞ്ഞപ്പോൾ അവൾക്ക് കയാക്കിങ്, ഈ റോയിങ് ഇല്ലേ, റോവിങ്, കയലിൽ ബോട്ടോടിക്കണ, ഈ വള്ളം തുഴയണ, അതിൻ്റെ അകത്ത് സ്പോർട്സിൽ അവർക്ക് ഇത് കിട്ടി, സെലക്ഷൻ കിട്ടി. അപ്പോൾ അമ്മ പറയണേ, സെലക്ഷൻ ഇവരുടെ ഇഷ്ടം കൊണ്ട് പോയി തുഴഞ്ഞതാണ്, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം, കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ. ഞങ്ങളുടെ നാട്ടിൽ തോട് പോയിട്ടൊരു കിണർ പോലും ഇല്ല. എല്ലാവരും കുഴക്കിണർ, വെള്ളം കണ്ടിട്ടില്ല ഇപ്പം കൊച്ചി. അപ്പം ഈ എങ്ങനെയുള്ള സംഭവം നോട്ട് ബൈ മെറിറ്റിലായില്ലേ ശരിക്കും പറഞ്ഞാൽ. ആ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റിലായി. കാര്യം വെള്ളം കാണാൻ സ്ഥലത്തുനിന്ന് വള്ളത്തിൽ തുഴയാനുള്ള കോമ്പറ്റീഷനിൽ പോയിരിക്കാൻ കക്ഷി. ഇപ്പം കക്ഷി അങ്ങനെ പോയി. അപ്പോഴെന്നിട്ട് ഇവളെന്ത് ചെയ്യില്ല, +2 കാരത്തില്ലേ, അവളെപ്പോഴും അമ്മയോട് പറയും, അമ്മ പറ ഞാൻ ജയിക്കുക. അപ്പോൾ അമ്മ പറയും, അവൾ തോക്കും, അവൾ വെള്ളം കണ്ടിട്ടില്ല, പക്ഷെ അവളെ തോക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അവളെ തോറ്റുപോകും. ഞാൻ അവളോട് പറയും നീ ജയിക്കൂടി എന്ന് പറയും. അപ്പോൾ എനിക്കത് മതി എന്ന് പറയും. അവൾ പറയും എനിക്ക് എന്താണ്, അമ്മ പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് അത് നിങ്ങൾ അമ്മമാരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധിവരെ എങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പെമ്മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ തകർച്ച വന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളത്. അതെപ്പോഴും ഓർത്തേക്കണം. അമ്മമാരുടെ റോള് ഭയങ്കരമാണ്, പ്രത്യേകിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് പെമ്മക്കളെക്കുറിച്ച് നന്മയുണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളൂ. ആദ്യം നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായെന്ന് പറയും. അപ്പം അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ്. പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അടുത്തുനിന്ന് മാറും പെൺപിള്ളേർ. പക്ഷേ അപ്പോഴും പെൺപിള്ളേരെ സത്യത്തിക്കൊണ്ടിരിക്കും. പെൺമക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ്. അത് അവൾ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും. മുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തില്ലെന്നല്ല, അപ്പൻ്റെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്ന തന്നെ അവസാനം ഉണ്ടാകും. നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആകും. ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കണം. ഞാനിപ്പോൾ 21 ലക്ഷം ആൾക്കാരെയല്ലേ കൗൺസിൽ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യം എല്ലാ ദിവസവും തന്നെയല്ലേ കേൾക്കണത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, നിങ്ങളുടെ സ്റ്റാറ്റസ് പറഞ്ഞതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾക്ക് വിശ്വാസം കൊടുക്കുവാനുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവള് അവസാനം പുന്നമട കായലിൽ പോയി റോയിങ്ങിന് അവൾക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടി അവർ ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശുരൊക്കെ ഇട്ട് പോയാണ് അവർ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ സെലക്ഷൻ കിട്ടിയെങ്കിലും അവൾക്കറിയാവില്ല, ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 16-18 വയസ്സ് 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളിന്ത് വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും അതിൻ്റെ അകത്ത് എപ്പോഴായാലും. കാര്യം വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം ഓരോ പ്രോജക്റ്റ് എടുത്ത് അഗ്നിശോധന ചെയ്യണം. അഗ്നിശോധന ചെയ്ത വിശ്വാസത്തിനെയാണ് ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് വിശ്വാസം എന്ന് പറയണത്. അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ടെർമോക്കോൾ ഫെയ്ത്ത് ഉണ്ട്. അതെന്താ, വീട്ടിൽ ഞാൻ കത്തോലിക്കനായിട്ട് ജനിച്ചു, കത്തോലിക്കനായിട്ട് ജീവിക്കണം പറഞ്ഞുള്ള അതൊന്നും ദൈവം അംഗീകരിക്കണില്ല. നിങ്ങളോട് പറയാൻ അത് ഇറ്റ്സ് ഓക്കെ, അതൊരു ടൈമുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അഗ്നിശോധന ചെയ്ത വിശ്വാസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പം, ദൈവം അതിൻ്റെ അകത്ത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് സീലടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കണം അഗ്നിശോധനയെ അതിജീവിച്ചിരിക്കണം. നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ചില പോലീസ് സ്റ്റേഷനിൽ ചിലർ പോലീസുകാർക്ക് ചില ഇത് കിട്ടത്തില്ലേ, പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടും, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടും. പക്ഷേ പിന്നെ അവരെ കാണത്തില്ല. പിന്നെ അവരെ കാണുമ്പോൾ ഇങ്ങനെ ഈ തലയൊക്കെ മൊട്ടടിച്ച് എല്ലും കോലുമായിട്ട് തന്നെ കാണാം. എന്താ കാര്യം? കാട്ടിലും മേട്ടിലും കൊണ്ടിട്ട് തുവക്കം പിടിച്ച് രാവിലെ 8 മൈലൊക്കെ ഓടിച്ച് ഒരു പരിവാക്കി കളയും. പട്ടാളക്കാരന് സെലക്ഷൻ കിട്ടിയല്ലേ ഉള്ളൂ. പിന്നെയാണ് ട്രെയിനിങ് ഉള്ളത്. ഉടമ്പടിയിലും ചില സമയത്ത് ചിലർക്ക് ഇത് സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ഒരു സെക്ഷൻ വരും, എന്തിൻ്റെ ടെസ്റ്റ് വരും. കാര്യം നിങ്ങൾ ചുമ്മാ എല്ലാവരും ഉടമ്പടി ചെയ്യണേ, ഞാനായിട്ട് ഇവിടെ കുതിരിക്കേണ്ട കാര്യമില്ല, ഞാനും പോയേക്കാം. നിങ്ങളുടെ വണ്ടിയെ സ്ഥലമുണ്ടോ, സീറ്റ് ഉണ്ടോയെന്ന് ചോദിക്കും. ഉടമ്പടിക്ക് ആകപ്പാടെ യോഗ്യത എന്താണ്? വണ്ടിയെ സീറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുന്നതാണ്. ഈ സീറ്റുകാർ കുറേ പേര് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓർത്തേക്കാം, വണ്ടിയെ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉടമ്പടിക്കുള്ള യോഗ്യതയാണ് വണ്ടിയെ സീറ്റ് ഉണ്ടോയെന്ന്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ തന്നെ അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഉടമ്പടിയല്ലേ, ദൈവം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നിങ്ങളെ വൈകിട്ട് ദൈവത്തിനെ പോലും വിളിക്കാതെ പ്രാർത്ഥനയും ഇല്ല, പട്ടക്കാരനും ഇല്ല, നടന്നേച്ചും ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ദൈവത്തിനടുത്ത് വന്നാൽ ദൈവം നിങ്ങളെ കക്ഷിയാക്കണം. അത് ടെസ്റ്റ് അടിക്കാൻ പറയും. അത് നിങ്ങൾ ജെനുവിനാണെന്ന്, ഫെയ്ത്ത് ജെനുവിനാണെന്ന് നോക്കാൻ പറയും. അതൊരു ടെസ്റ്റ് വരും. നിങ്ങൾ 4 കാലം വീണ് ഓടും. 10 പേർ ഉടമ്പടി എടുത്ത് 5 പേരെ നിലനിൽക്കത്തുള്ളൂ. കാര്യം എന്താ? ടെസ്റ്റാണ്. ദൈവം മണുത്ത് പോലും നോക്കത്ത ഈ സാധനത്തിന്. അത് ഉടമ്പടിയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല, ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഞാൻ പോഴത്തരത്തിനും കാര്യം കാണാൻ വേണ്ടി എടുത്തതല്ല. എനിക്ക് പ്രധാനം എൻ്റെ നിയോഗം, എനിക്ക് ക്രിസ്തു തന്നെയാണ് നിയോഗം എന്ന് പറഞ്ഞുകൊണ്ട് വെയിലും മഴയും കൊണ്ട് ചില ആൾക്കാർ തന്തക്ക് വിളി കേട്ടാലും പത്രം കൊണ്ട് നടക്കണം കാണാം. തന്തക്ക് വിളിച്ച് കിടക്കുമ്പോൾ ചേട്ടന് വേണ്ടല്ല, ചേട്ടനിതാ ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കാതെ അവിടെ പോയിരുന്നുണ്ട് സ്വന്തം സാക്ഷ്യവും മറ്റുള്ള സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടി കാശ്. ചില ആൾക്കാർ പത്രക്കാരോണോ വരെ രാവിലെ വേണോ എന്ന് എറിഞ്ഞിട്ട് പോകുന്നു. ചില വീട്ടിൽ ചിലർ പത്രം സാക്ഷ്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ചേട്ടാ എൻ്റെ സാക്ഷ്യം ഇതാണ്, എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. അവരെതിര് പറയണവരോട് പറഞ്ഞ് മടക്കിയിട്ടാണ് ഇത് കൊടുക്കത്തുള്ളൂ. സുവിശേഷം വേറെ ചെയ്യും ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ സുവിശേഷം വേറെ ചെയ്താൽ ടെസ്റ്റ് കുറഞ്ഞു വരും. കാര്യം എന്താ? നിങ്ങൾ തന്നെ ആദ്യമേ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അകത്ത് ഇൻവെസ്റ്റഡ് ആണ്, എൻ്റെ ഫെയ്ത്ത് ഇൻവെസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫെയ്ത്ത് എപ്പോഴും ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആക്ഷൻ ഇല്ല, ചുമ്മാ ചുണ്ടിൻ്റെ കളികൾ മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ടെസ്റ്റ് ചെയ്യും. ചിലക്ക് പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചിലക്കൊണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ലേ. ഞാൻ ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഒന്ന്, എനിക്കറിയാം ഇവർ വിശുദ്ധ പ്രവർത്തനം ചെയ്യത്തില്ല, ഇവർ സാക്ഷ്യം ആൾക്കാരോട് പറയത്തില്ല. ഇവിടെ സ്റ്റെപ്പേ കയറാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നത്? അതാണ് പ്രശ്നം. ഇവിടെ ഇവർ സ്റ്റെപ്പേ കയറി മോളിൽ വന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് രോഗികളെ പോയി കാണുന്നതും ഓർഫണേജിൽ പോയി അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണതും പൊതിച്ചോറ് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കത്തില്ല. ഇവർ ഈ പ്രത്യക്ഷ പ്രാർത്ഥന എല്ലിക്കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ ഉടമ്പടിക്കുന്നത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇതെല്ലാം വർക്ക് ഡൂയിങ് പ്രെയറാണിത്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, പിന്നെന്താണ്? ചെയ്യുകയാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാക്ഷ്യം പറയിപ്പിക്കുമ്പോഴും യൂത്തിനെ കൊണ്ടാണ്, ഒരു 50% യൂത്തിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കത്തുള്ളൂ. 50 വയസ്സിന് മേലുള്ള ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം അവിടെ കാര്യം, സാക്ഷ്യം അത്ര ഇടിപെട്ടായിരിക്കണം സാക്ഷ്യം. കാര്യം ഇടിപെട്ട് സാക്ഷ്യം പറയുന്നവരുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഇടിപെട്ട് സാക്ഷ്യം പറയണത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിനകത്ത് നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ഞാൻ രോഗികളെ ശുശ്രൂഷിക്കാം എന്നല്ല പറയേണ്ടത്, ഞാൻ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതെല്ലാം ചെയ്യുകയും സാക്ഷ്യം പറയാമെന്ന് ആദ്യമേ പറയണം. ഇതിൻ്റെ സംഭവിക്കണം അവിടെയാണ്. സാക്ഷ്യമാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ സുവിശേഷം അറിയണം, ക്രിസ്തുവിനെ അറിയണം. അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യണം. അല്ലാതെ ഞാൻ ഹെഡ് മിസ്സസ്സാണ്, ഞാൻ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അച്ഛനെ കാണാൻ പറ്റുമോ, വൈകുന്നേരം വന്ന് കാണുമോ, ആൾ ഒഴിയുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയും. നടക്കത്തില്ല പറയും. നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം രഹസ്യത്തിൽ അടിച്ചു മാറ്റാൻ നോക്കണ്ട. നിങ്ങളറിയാം, ഞാനുമായിട്ട് നിങ്ങൾ യാതൊരു ഫൈനാൻസ് ഏർപ്പാടും ഇല്ല. കൃപാസനം ഞാനുമായിട്ട് ഫൈനാൻസ് ഏർപ്പാടൊന്നുമില്ല. ഞാനവിടുത്തെ കണക്ക് നോക്കാറ് പോലില്ല. അവസാനം ബിഷപ്പിന് കൊടുക്കാൻ നേരത്ത് കണക്ക് നോക്കിയിട്ട് ഒപ്പിടും കറക്റ്റാണെന്ന്. അത്രയേ ഉള്ളൂ. അവിടുത്തെ സമ്പത്തിന് ഞാനുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ വല്ല ബന്ധമുണ്ടാ? ഞാനിവിടെ അടുത്താറെ നിൽക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് കാണുന്നു. നിങ്ങളുടെ വിഷയം എന്താ? ആ വിഷയത്തിന് ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണ് ഞാൻ നോക്കിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ക്രിസ്തുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം വേണം. അത് ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെ ആവും. ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മകൾ കയാക്കിങ്ങിന് മത്സരത്തിന് പോയില്ലേ. അപ്പോൾ അവൾ ഇവിടുന്ന് ജയിച്ചിട്ട് പിന്നെ അമൃത്സറിലാണ് പോണത്. അമൃത്സറിൽ പോകുമ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകണ ലോക്കൽ ട്രെയിനിനാണ് കൊണ്ടുപോകണത്. അപ്പോൾ തന്നെ ഇവളുടെ ഭക്ഷണമൊക്കെ മോശമായി, അവിടെ ചെന്നപ്പോൾ ക്ഷീണമായി. അമൃത്സറിൽ ചെന്നപ്പോൾ നല്ല മഞ്ഞ്, അവിടെ എല്ലാം ഉറപ്പ്, അമ്മയ്ക്ക് ഉടമ്പടി മാത്രമേ ഉറപ്പുള്ളൂ. ഇവളെ ഈ പുന്നമടക്കായലാണ് ആദ്യമായിട്ട് വെള്ളവാട് കണ്ടിരിക്കുന്നത്. അവിടെ ട്രെയിനിങ്ങിന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിട്ടാണ് നാഷണൽ മത്സരിക്കുന്നത്. ഇത് ദേശീയ മത്സരമാണ്. ദേശീയ മത്സരത്തിന് ഈ ആൾക്കാർക്കുള്ള ക്വാളിറ്റി എന്താ? നമ്മൾക്കറിഞ്ഞ അമൃത്സറിലെ ക്ലൈമറ്റുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുള്ള കാലത്തേക്കാളും അത് താഴെയാണ്. ഇവർ ചോര കൈമറ്റിൽ ജീവിച്ച ആൾക്കാരാണ് ആലുവയിൽ. അതൊരു മീഡിയം ക്ലൈമറ്റാണ്. അമൃത്സറിൽ ചെന്നപ്പോൾ ഇവർക്ക് ഇറങ്ങാൻ പറ്റണില്ല, ക്ലൈമറ്റ് നല്ല തണുപ്പ്. അപ്പോൾ തന്നെ പനിയായി, ബോഡി റെസ്റ്റ് ചെയ്യുമില്ല തണുപ്പിനോട്. അപ്പോൾ പനിയായോട് കൂടി ചുമയായി. അവൾ നിലയം പിടിച്ചുകൊണ്ട് അമ്മയോട് വിളിക്കും, അമ്മേ ഒന്നും നടക്കത്തില്ല. കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം പനി പിടിച്ചിരിക്കുകയാണ്, ഛർദിയായി. എനിക്കും പനിയുണ്ട്, ഛർദിയില്ലെന്നേ ഉള്ളൂ. ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി. അമ്മ പറ ഞാൻ ജയിക്കുക, അതാണ് സാധനം. അതാണ് പിന്നെ അവൾ പറയുന്നത്, അമ്മ പറ ഞാൻ ജയിക്കുക. ഉടനെ അമ്മ പറയും നീ ജയിക്കും. എന്തുറപ്പിലാണ്? എന്ത് മെരിറ്റാണുള്ളത്? ഒരു മെരിറ്റേ ഉള്ളൂ. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലുള്ള ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. മകളെ നീ ജയിക്കുമെന്ന് പറയും. എന്നിട്ട് ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ, മാതാവേ എൻ്റെ മകൾക്ക് ഒരു യോഗ്യതയുമില്ല, അത് എന്നേക്കാൾ നല്ലവണ്ണം നിനക്കറിയാം, പക്ഷെ കുഞ്ഞാണത്, അതുകൊണ്ട് അത് ഇപ്പം തോക്കരുതത്. എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ ഒരു മെഡൽ എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന് പറയും. അവൾക്ക് സ്വർണ്ണ മെഡലിനും വെള്ളി മെഡലിനും ഉള്ള അർഹതയില്ലെന്ന് എനിക്കറിയാം, എന്നാലും കുഞ്ഞ് ആശിച്ചു പോയതല്ലേ, ഒരു മെഡൽ കൊടുത്തു വിടണമെന്ന്. അപ്പോഴേ തമിഴ്നാട്ടുകാരൊക്കെ നമുക്ക് നമ്മളെക്കാളും നമ്മുടെ MSc സ്റ്റുഡൻറ്റും തമിഴ്നാട്ടിൻ്റെ 8ാം ക്ലാസ്സുകാരും തമ്മിൽ നിന്നാൽ കലിബറായിട്ട് മുട്ടുമുട്ടി നിൽക്കും. കാര്യം അവർക്ക് ജന്മന ഒരു ദ്രാവിഡ ശക്തിയുണ്ട് അവരിലുള്ളിൽ. നമുക്കറിയാൻ പറ്റും. ഇവിടെ വരെ ഇപ്പോൾ സീതാരാമനെ കണ്ടില്ലേ, ഇടിച്ചു പൊളിക്കണുണ്ടല്ലോ അവിടെ. അവരുടെ കഴിവിൽ നിന്ന്, അവരുടെ ഉള്ളിൽ നിന്നൊരു സാധനമുണ്ട് അവർക്ക്, ദ്രവീഡിയൻ ശക്തി. ആ ദ്രവീഡിയൻ ശക്തി വർക്ക് ചെയ്യുമ്പോൾ സ്പോർട്സിൽ എല്ലായിടത്തും അവർ കയറുന്നുണ്ട്. നമ്മുടെ യൂറോപ്പിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ തമിഴൻസാണ് പലപ്പോഴും മലയാളീസ് ത്രെട്ടായിട്ട് വരുന്നത്. അവരുടെ കഴിവ് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. ഒരു പഞ്ചാബീസ് ഉണ്ട്, ഗോതമ്പ്, നമ്മളെ അരിയാഹാരം കഴിച്ചല്ലേ നമ്മൾ സ്റ്റാമിന പോയത്. ഗോതമ്പ് മാത്രം തരുന്നവർക്ക്, ഡാൾ മാത്രം തരുന്നവർക്ക് ബംഗാളിക്ക് എന്നാ സ്റ്റാമിന. ഈ കെട്ടിടമൊക്കെ എല്ലാം പണിതിരിക്കുന്നവരാണ്. എന്തൊരു ഇരുമ്പും തോള വെച്ചിട്ട് പോണ കാണാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവിടെ തുഴയാൻ വന്നിട്ടുണ്ട്. പമ്പാ നദിയിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ച ആൾക്കാർ. അവിടുത്താണ് ഈ പുന്നമടക്കായലിലെ പാർട്ടി ആലപ്പുഴ മാത്രം വന്ന് കണ്ട ആൾ ചെല്ലണത്. നിങ്ങൾ ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് കാണണം. അതിനകത്ത് ഞാൻ പറയണതിൻ്റെ കാരണം, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവുണ്ട്. കർത്താവ് എന്താണ്? കർത്താവ് എല്ലാമാണ്. അതാണ് സംഭവം, അതെല്ലാമാണ്. ഇവിടെ ഉടമ്പടി കാശുവതി മുറുക്കി പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ട് തുഴയും.
കണ്ടും പിടി തുഴയും. ഒരു പ്രാവശ്യം ഇവിടെ നോക്കുമ്പോൾ പറയാണ് ഇവളുടെ ഈ പങ്കായം തിരിഞ്ഞു പോയി. എന്നിട്ട് ഇവർ മടക്കിക്കൊണ്ട് ഇവർക്ക് ആവതില്ല, മടക്കി തിരിച്ച് കൊണ്ടുവന്ന് അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴുണ്ട് ഇവർ തേർഡായിട്ട് ഫിനിഷ് ചെയ്യും. അപ്പോൾ അവളുടെ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു മെഡല്, ഒരു ബ്രാസ് മെഡല്, വെങ്കല മെഡല് കൊടുത്തു വിടും. അതെന്താ? അമ്മ മാത്രം ചെയ്തിരിക്കണ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഒരു യോഗ്യതയും അവൾക്കില്ലെന്ന് ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ അമ്മയാണ്. നിങ്ങൾക്ക് ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണത്? ഈ വിശ്വസ്തത എന്നും പറഞ്ഞ് പ്രോമിസിന് ഫിഡലിറ്റിയാണ് വേണ്ടത്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഫിഡലിറ്റി പോകും. ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ആരംഭശൂരത്വമാണ് ഉടമ്പടി. പത്രം കൊടുക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, കളികളി. രണ്ടാമത്തെ ആഴ്ചയിൽ പിന്നെ ഫിഡലിറ്റി പോകും. മൂന്നാമത്തെ ആഴ്ചയിൽ കൂട്ടുകാർ എനിക്ക് ഏറ്റവും വേണ്ടത് നിങ്ങളെ മുഴുവൻ തകർത്ത് കളയണത് ഒരു ബന്ധമില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്ന കക്ഷികളില്ലേ, അവർക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളെ ഈ ഉടമ്പടി നിങ്ങൾ 4 ദിവസവും 40 ദിവസവും എടുത്ത പവറ് ഈ ബന്ധമില്ലാത്ത ലോക അരുവി ജീവിക്കുന്ന നിങ്ങളുള്ള ഒരു ഫ്രണ്ടിനെ ഒറ്റ ഫോൺ വിളി നശിപ്പിക്കാൻ പറ്റും, ഡാമേജ് ചെയ്യാൻ പറ്റും. അപ്പം ബിവെയർ ഓഫ് ഡോഗ്സ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം. അവർ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആത്മീയമാണെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനുള്ള പവർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. നിങ്ങൾ കൗണ്ടറാക്ട് ചെയ്തിരിക്കണം, അല്ലാതെ മിണ്ടാണ്ടിരിക്കരുത്. അവർ കത്തിക്കയറി ഉടമ്പടി ആനയെ കൂടെ കള്ളത്തടം എന്നൊക്കെ പറയും പിശാച് പറയുമ്പോൾ നിങ്ങൾ എടുത്തടിച്ച് മറുപടി പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കണം. അതിനാണ് ഞങ്ങൾ ചവറ് പോലെ സാക്ഷി വിട്ടിരിക്കണത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ മറിക്കണം. നിങ്ങളെ മറിക്കാൻ വന്ന അവരെ നിങ്ങൾ മറിക്കണം. താത്വിക പ്രബോധനം അവസാനിപ്പിക്കുക, ആശയവാദനം അവസാനിപ്പിക്കുക, അനുഭവ ദൈവവിജ്ഞാനത്തിലേക്ക് വന്നിട്ട് ദൈവത്തിന് അടയാളങ്ങളിലൂടെ. ദൈവത്തിൻ്റെ സ്ഥിരീകരണം എപ്പോഴും അടയാളത്തിലാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. പറഞ്ഞ അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ വചനത്തെ സ്ഥിരീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം വേണം. അടയാളം നഷ്ടപ്പെട്ട സഭ പിരിച്ചു വരേണ്ടി വരും. എന്താ കാര്യം? അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാര്യം ഈ സഭ വളർത്തിയതും അടയാളങ്ങളിലൂടെയാണ്. ഫ്രാൻസിസ് സേവർ ആയാലും അസീസി ആയാലും അപ്പോസ്തലന്മാരെല്ലാം അടയാളങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആശയവരട്ടവാദത്തിൽ ആ സഭ സ്നാനം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. ആ സഭ വളരത്തില്ല. യൂറോപ്പ് അന്യാധീനമായി കിടക്കണം കണ്ടില്ലേ? അടയാളം എത്രയോ കാലം മുമ്പേ അവിടുന്ന് പടിയിറങ്ങി പോയതാ. എന്താണ്? ആശയവാദം. ആശയ ദൈവവിജ്ഞാനിയാണ് പകർത്തിയത്. എല്ലാ യൂണിവേഴ്സിറ്റികളും കുറേ കഴിയുമ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. പിന്നെ ആളെ പിടിക്കാൻ വേണ്ടി അവർ ചാക്കെടുത്ത് ഇറങ്ങേണ്ടി വരും. എന്താ കാര്യം? ആശയവാദത്തിൽ സഭ നിലനിൽക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ജനങ്ങൾക്ക് അനുഭവം ഉണ്ടാകണം. അതിന് ബുദ്ധി അടിയറ വെച്ചുകൊണ്ട് വിശ്വാസം പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ കഴിയണം. എന്നിട്ട് ജനങ്ങൾക്ക് ജീവിതാനുഭവം ഉണ്ടാകണം. ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതാണ് ഉടമ്പടി ചെയ്യണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തെ സ്ഥിരീകരിക്കണമേ, വിശ്വാസത്തെ വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ പറഞ്ഞ ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ്. ഇപ്പം ശ്രീജയുടെ വിഷയം നമ്മൾ എടുത്തില്ലേ? ശ്രീജയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ്. എന്താ കാര്യം? കൂടെ പോയിരുന്ന അമ്മ വണ്ടി ഇടിച്ച് മരിച്ചു. തീർന്നില്ല ജീവിതം. കുഞ്ഞുങ്ങൾക്ക് മരിക്കുക, അവളുടെ കാലൊടിഞ്ഞു. ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി. അവൾ ആരും ഇല്ലാതെയായി, അവലംബമില്ലാതെയായി, സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക. ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക. ആരും ആശ്വസിപ്പിക്കാനില്ല. ആദ്യത്തെ ദിവസമൊക്കെ കുറേ ആൾക്കാർ വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യും, പിന്നെ ആരുമില്ല. അപ്പോൾ ശ്രീജക്ക് മനസ്സിൽ എന്തോ ഒരു നന്മ ഉണ്ട് തോന്നിയത്. അതിനെന്താ പറയണത്? പണ്ട് ഇവള് ഇതിലെ കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരി കത്തിച്ചിട്ടുണ്ട്. അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട്.
ഒരു തിരി കത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക്. പക്ഷെ പിന്നെ അവളത് മറന്നു. കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് പോയി ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്ത് താമസിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി. അപ്പോൾ ഇവിടെ തീർന്ന തരിപ്പണമായി എല്ലാവരും ഇവളെ വിട്ടുപോയി, ആരും വിളിക്കാതെയായി, ഒടിഞ്ഞ കാലും നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ തോന്നി, കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല, തിരുവനന്തപുരം കഴക്കൂട്ടം കടപ്പുറത്ത് 5 തെങ്ങ് പള്ളിയുണ്ട്, സെൻറ്റ് ആൻഡ്രൂസ് ഉണ്ട്, വേളിയുണ്ട്, എല്ലായിടത്തും കൂറ്റം പള്ളികളാണ്, വെട്ടുകാടുണ്ട്. അപ്പോൾ ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് കറങ്ങാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ടൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണം വിചാരിച്ചുകൊണ്ട് ഇവിടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് 5 തെങ്ങ് തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോവുകയാണ്. ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോൾ അവിടെ നിത്യാരാധന ഉണ്ട്. വെളിപ്പള്ളി നിത്യാരാധനയിടത്ത് വെറുതെ ഇരിക്കണം ശ്രീജ, സങ്കടപ്പെട്ട് കാലൊടിഞ്ഞ് പോകുന്നുണ്ട്, വേദനയുണ്ട്, വണ്ടിയൊക്കെ ഓടിക്കാം. അപ്പോൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോരാതെ നിൽക്കുകയാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ശ്രീജയ്ക്ക്. എന്ന് പറയും, മകളെ, നിൻ്റെ മുഖം കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണേ, നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ, അമ്മ നിന്നെ ആശ്വസിപ്പിക്കും. അപ്പോൾ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ്. അപ്പോൾ പറയും ഇവളും, ഞാൻ പറയും ഞാൻ ആലപ്പുഴക്കാരത്തിയാണല്ലോ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികത്തിച്ച പള്ളിയാണെന്ന്. ഈ പള്ളി കാലുമായിട്ട് ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇവൾ വന്നിട്ട് അറിയാതെ ഇവൾ മുട്ടുകുത്തും. വന്നേച്ച് അവിടെ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല, വാതിക്ക വന്ന് മുട്ടുകുത്തും, അകത്തോട്ട് കയറി മുട്ടുകുത്തുന്ന ആ സെക്കൻഡിൽ അമ്മ വേദന എടുത്ത് മാറ്റിക്കളയും. അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്നെത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുവന്നത്. ഒരു തിരിയുടെ നാളത്തിൻ്റെ കടമെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കും. അതിനുശേഷം പിന്നെ വചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി, ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി. ആൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏനമ മറ്റിയ ഏനമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, വാങ്ങിച്ചില്ല, അത് കാണാനില്ല, അതാണ് പ്രശ്നം. ഇപ്പം എന്നാ ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ, സെക്രട്ടറികൾക്കുള്ളിൽ അവിടെ ANMൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കി, അത് കിട്ടി. ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി. അവളൊരു പോസ്റ്റ് PSCക്ക് പോയി, പോസ്റ്റ് PSC പാസ്സായി. നമ്മളെ ആ സാക്ഷ്യം അവസാനിക്കണത് അവൾ യൂറോപ്പിലേക്ക് പോയി. ഇത്രയും പെട്ടെന്ന കാര്യങ്ങൾ. അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്കെ വെച്ചുകൊണ്ട് പച്ചക്കൊരു മഷിയങ്ങട് കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്ത് അവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ്. ഞാൻ ഉടമ്പടി പത്രം കൈയെടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ്. ഞാൻ നിങ്ങളെൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടെ കുറച്ച് വരുമ്പോൾ ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത്, ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത്, ഞാൻ ആ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണത്. ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ്, നമ്മുടെ ജീവിതമാണത്. അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു. ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു. ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആത്മനാഥ യേശുവേ. ആരാധന, ആരാധന, സ്നേഹരാജ യേശുവേ. ആരാധന, ആരാധന, ആത്മനാഥ യേശുവേ. ആരാധന, ആരാധന, സ്നേഹരാജ യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രീജ പറയണം വേറൊരു കാര്യമുണ്ട്, അത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ശ്രീജ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട്. അതായത് എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവിടെ വീട്ടിൽ എപ്പോഴും മൂർക്കമ്പാമ്പാ. ബെഡ് വെക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കണ കാണാം,
അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണ കാണാം. അപ്പോൾ ഇങ്ങനെ ചുറ്റോട് ചുറ്റും പറമ്പ് മുഴുവൻ പാമ്പാണ്. ഇവളെന്താ ചെയ്യുന്നറിയാം? ഉടമ്പടി എടുത്തിട്ട് ഉപ്പ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടേത് എന്താണ്? വിശ്വാസം പ്രയോഗിക്കണം. വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഉടമ്പ് മുഴുവനും ഇട്ട്. അപ്പോൾ ബാബാ സുരേഷ് 2 പ്രാവശ്യം വന്ന് മുറുക്കമ്പാമ്പിനെ പിടിച്ചോണ്ട് പോയി. ഉള്ളതിനല്ലേ പിടിച്ചോണ്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെയും ബാബാ സുരേഷ് പോകുമ്പോൾ പിന്നെയും പാമ്പ് വേറെ വരും. അതാണ് പ്രശ്നം. അവർ അത് പറയുന്നുണ്ട്. ബാബാ സുരേഷ് വന്ന് പാമ്പിനെ പിടിച്ചോണ്ട് പോയി, 2 പിടിച്ചോണ്ട് പോയി. പിന്നെ അടുത്ത ആഴ്ച വേറെ പാമ്പ് വരും. പാമ്പിനറിയാം ബാബാ സുരേഷ് പോയി നിൽക്കണം. അത് ഈ സാധനം പോകത്തില്ല. അപ്പോൾ ഇവക്ക് പരാജയപ്പെട്ടവൾ. പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ച ഉപ്പ് കൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും പാമ്പ് കയറിയിട്ടില്ല. പക്ഷെ അതല്ല പ്രശ്നം. ഇവർക്ക് ഈ മനുഷ്യബുദ്ധി ഉണ്ടല്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞത്, പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയി കാണുമെന്ന് ഞാൻ. അല്ല, ഉടമ്പടി ഉപ്പും കാര്യമൊന്നും ആയിരിക്കത്തില്ല. പാമ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പാമ്പ് പോയി. എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവന് പാമ്പ്. ഇവളപ്പം തന്നെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ, അപ്പം തന്നെ വിശ്വാസ പ്രമാണം ചെല്ല്. സാധനം പിന്നെയും വരാൻ തുടങ്ങിയ. അമ്മേ സോറി കേട്ടാ, അമ്മയാണത് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊരു പിടുത്തം കിട്ടില്ല. എനിക്ക് തോന്നിയത് സാധാരണ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയതാണെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോഴുണ്ട് ഈ ശ്രീജയുടെ വീടിൻ്റെ അതിർത്തി വരെ വരും പാമ്പ്. എന്നിട്ട് തന്നെ ചത്ത് മലന്ന് പോവാടെ ചൊല്ലി. അപ്പോൾ അവൾ കണ്ട് അത് കൊല്ലാൻ വേണ്ടി ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കൊടുത്തത്. നീ പറഞ്ഞ സമയമായപ്പോൾ പാമ്പ് പോയതല്ല, ഞാനവിടെ നിന്നിട്ടാണെന്ന്. അതാണ് ഉടമ്പടി മാതാവ്. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളുടെ രോഗങ്ങൾ ഒരു കൈ ഇടത് നെഞ്ചിലും ഒരു കൈ ശിരസിലുമാണ് വെക്കേണ്ടത്. ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവഹിക്കുന്ന സമയത്ത് ഭാഷാപരം കിട്ടുന്നവർ ഭാഷാപരം ശ്രദ്ധിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിലെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ശിരസിൽ വീഴട്ടെ. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ സന്ധിബന്ധങ്ങൾ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 38 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഇവിടെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ത്വചൻ രോഗങ്ങൾ, പിശുരി രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ, യാത്ര, ജപ്തി, കടങ്ങൾ, കടകൾ, വരുമാന മാർഗങ്ങൾ, അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായ ശാലകൾ, മക്കളില്ലാത്തവർ, ഗർഭത്തിൽ അസുഖമുള്ളവർ, കുഞ്ഞിന് അസുഖമുള്ളവർ, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, മക്കളില്ലാത്തവരെ, ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭം ശുദ്ധവിന് വിഷമങ്ങളുള്ളവർ, രോഗമുള്ളവർ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവർ, വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവർ, കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ, വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, കർത്താവ് പരീക്ഷ എഴുതിയവർ,
കർത്താവ് പരീക്ഷ തോറ്റവർ, വീണ്ടും എഴുതാൻ റീവാലുവേഷൻ കൊടുത്തവർ, വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസ്സായവർ, കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റ് ഒരുങ്ങുന്നവർ, കർത്താവ് വസ്തുവിൻ്റെ കടങ്ങൾ, വസ്തുവിൻ്റെ വിൽപ്പന, വസ്തുവിൻ്റെ വാസയോഗ്യമായ ഭവനമില്ലാത്തവർ, വസ്തുക്കൾ വിൽക്കാനുള്ളവർ, ഭവനങ്ങൾ വിൽക്കാനുള്ളവർ, കർത്താവ് കുഞ്ഞുങ്ങളുടെ പരീക്ഷ, അഡ്മിഷൻ, കർത്താവ് യൂണിവേഴ്സിറ്റികളിലെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ വ്യത്യസ്തമായ ജീവിത അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തികളുടെ ശ്രുതികളുടെ ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ നാഥാ വരണമേ, നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ടയിൽ നിന്നുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടയിൽ നിന്ന് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനുമായി പ്രാർത്ഥിക്കട്ടെ. 1 മിനിറ്റാണ് സമയം അതിൻ്റെ. സമാപന ആശീർവാദത്തിനായി ശിരസ് നമിക്കാം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഉടമ്പടി ആരാധനയിൽ ദൈവം നമ്മളോട് സംസാരിച്ചത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്, അവർ രക്ഷയ്ക്ക് കാരണമാകുമെന്നതും കൊളോസസിൻ്റെ 3:11 കർത്താവ് എല്ലാവരിലുമാണ് എല്ലാറ്റിലുമാണ് എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രബോധനങ്ങളുടെ അരുൾ ചെയ്ത്, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുവാനുള്ള, ഉടമ്പടിയിൽ നിലനിൽക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഉടമ്പടിയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നേർച്ചവസ്തുക്കളൊക്കെയും വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വസ്തതയുടെ ഉടമ്പടി പാലിച്ച് കർത്താവെ ഞങ്ങൾ പ്രയോഗിക്കുമ്പോഴെല്ലാം അടയാളങ്ങളിലൂടെ മർക്കോസിൻ്റെ 16:20 പറയുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസ പ്രബോധനങ്ങളെയും വിശ്വാസ ജീവിതത്തെയും കർത്താവെ അങ്ങ് സ്ഥിരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉടമ്പടിയുടെ അഭിഷേകത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഈ ആരാധന ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ശിരസ് നമിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ
ആവേ 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 മരിയ ആവേ 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 മരിയ.